പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. B2 ഡിവിഷനിൽ ഓഫീസും സ്റ്റോർ റൂമും ഒക്കെ തകർന്നുപോയി. ഓഫീസ് ഫയലുകളൊക്കെയും നശിപ്പിക്കപ്പെട്ടു. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലെവിൻ, ഇപ്പോ എന്താ നിലവിലെ സാഹചര്യം? സേതു, ഇന്ന് പുലർച്ചെയാണ് ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ ഡിവിഷൻ ഓഫീസിന്റെ നേരെയായിരുന്നു ആക്രമണം. ഡിവിഷൻ ഓഫീസിലെ എസ്റ്റേറ്റ് 9ാം ബ്ലോക്കിലെ B2 ഡിവിഷൻ നേരെയാണ് ആനകൾ പാഞ്ഞെടുത്തത്. ഓഫീസിനകത്തേക്ക് കിടന്ന കാട്ടാനകൾ വലിയ നാശനഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയത്. വൈദ്യുതി വേലികൾ ചുറ്റും ഉണ്ടായിരുന്നെങ്കിലും അത് തകർത്തുകൊണ്ടാണ് ആനക്കൂട്ടം അവിടേക്ക് എത്തിയത്. ഫർണിച്ചറുകളൊക്കെ പൂർണ്ണമായും കെട്ടിടത്തിനുള്ളിൽ കയറിയ ആനകൾ തകർത്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. സമീപത്തെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന വളവും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാകുന്നത് തൊഴിലാളികൾക്കും നാട്ടുകാർക്കും ഒക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പ്ലാന്റേഷൻ മേഖലയിൽ നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സോളാർ വേലികൾ കാട്ടാനകളെ പ്രതിരോധിക്കുന്നതിന് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളത് തൊഴിലാളികളടക്കം ആരോപിച്ചിരുന്നതാണ്. സമീപത്ത് തന്നെയുള്ള ഒട്ടേറെ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കാട്ടാനകൾ വേലികൾ തകർത്ത് ജനവാസ മേഖലയിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കും ഒക്കെ ഇറങ്ങുന്നത് പതിവാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ പ്ലാന്റേഷനിൽ തന്നെ കെട്ടിടത്തിനുള്ളിലേക്ക് തന്നെ ആനയെത്തി ആക്രമണം നടത്തിയിരിക്കുന്നത്. പ്ലാന്റേഷന്റെ ഭാഗമായിട്ടുള്ള പല തോട്ടങ്ങളിലും എണ്ണപ്പന തോട്ടങ്ങളിലടക്കം ആനകൾ എത്തി സ്ഥിരമായി ശല്യം വിജയനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ നിന്ന് അതിരപ്പള്ളിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്.